നമസ്കാരം. ഒരു കാലത്ത് മലയാളികളുടെ മനം കവർന്ന താരമാണ് ബാല. അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങാനുള്ള വിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. എന്നെന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന നടനാണ് ബാല. മലയാളി അല്ലാതെ ഇരുന്നിട്ടും മികച്ച സ്വീകാര്യതയാണ് താരത്തിന് മലയാളികൾക്കുള്ളിൽ ഉള്ളത്. 2010 ബാലയുടെയും അമൃതയുടെയും പ്രണയവിവാഹം. 2019 ഇരുവരും വേർപിരിഞ്ഞു. പാപ്പു എന്ന അവന്തിക കൈക്കുഞ്ഞായിരുന്നപ്പോഴാണ് ബാലയും അമൃതയും വേർപിരിഞ്ഞത്. മകളുടെ സംരക്ഷണം അമൃതയ്ക്കായിരുന്നു. പിന്നീട് 10 വർഷത്തോളം ബാല സിംഗിൾ ലൈഫ് നയിക്കുകയായിരുന്നു. മകൾ അടുത്തില്ലാത്തതിന്റെ പരിഭവവും വിഷമവും എപ്പോഴും ബാല പങ്കുവെക്കാറുമുണ്ട്. അത് ആരാധകരിലും വിഷമമുണ്ടാക്കാറുണ്ട്. അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ഡോക്ടറായ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കരൾ രോഗം മൂർച്ഛിച്ച് ബാല ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. എലിസബത്ത് ആയിരുന്നു അന്ന് ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഗുരുതരാവസ്ഥയിലായിരുന്നപ്പോൾ മകളെ കാണണമെന്ന ബാലയുടെ ആവശ്യപ്രകാരം അമൃത മകളുമായി ആശുപത്രിയിലും എത്തിയിരുന്നു. കുറച്ചുനേരം അച്ഛനൊപ്പം ചെലവഴിച്ച ശേഷം പാപ്പു മടങ്ങി. മകളെ സഹോദരിക്കും അമ്മയ്ക്കുമൊപ്പം പറഞ്ഞുവിട്ടതിനു ശേഷവും അമൃത ആശുപത്രിയിൽ തന്നെ തുടർന്നിരുന്നു. അമൃതയുടെ ലിവിംഗ് പങ്കാളിയായിരുന്ന സംഗീത സംവിധായകൻ ഗോപിസുന്ദറും അന്ന് കൂടെയുണ്ടായിരുന്നു. അഭിനയത്തിനു പുറമെ അല്പസ്വല്പം ചാരിറ്റിയും ചെയ്യുന്ന ബാലയ്ക്ക് ഇടയ്ക്ക് സാമൂഹ്യ സേവനത്തിനുള്ള അവാർഡും ലഭിച്ചിരുന്നു. സമൂഹത്തിൽ ഒരുപാട് നല്ല സേവനങ്ങൾ ചെയ്യുമ്പോഴും ഇടയ്ക്കൊക്കെ താരത്തെ തേടി വിമർശനങ്ങളും എത്താറുണ്ട് എന്നുള്ളത് പഴക്കമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. മകൾക്ക് ഒപ്പമുള്ള ഒരു വീഡിയോ ഫാദേഴ്സ് ഡേയിൽ ബാല പങ്കിട്ടിരുന്നു. എന്റെ കണ്ണ് നനയിപ്പിക്കുന്ന ഓർമ്മ, ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നാണ് വീഡിയോയും ഫോട്ടോയും പങ്കിട്ട് ബാല അന്ന് കുറിച്ചത്. ഒപ്പം വളരെ ക്യൂട്ടായ വർത്തമാനങ്ങളും മകളുടെ കൊഞ്ചിയുള്ള മുഖവും ബാല പങ്കുവച്ചിരുന്നു. കലൂർ കുടുംബ കോടതിക്ക് മുൻപിൽ നിന്നും പകർത്തിയെടുത്ത ദൃശ്യങ്ങളായിരുന്നു അത്. എന്നാൽ ഇതിനായിരുന്നു വിമർശനത്തോടെ ചില കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. മകൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ ബഹുമാനിക്കണം, അല്ലാതെ ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ലെന്നായിരുന്നു ഒരു കമന്റ്. എന്നാൽ എന്നെ വിമർശിച്ച് നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ട. എന്നെ വിലയിരുത്തുന്നതിന് പകരം നിങ്ങൾ സ്വന്തം അച്ഛനെ സ്നേഹിക്കൂ. അച്ഛനോട് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് പറയൂ. അദ്ദേഹം സന്തോഷിക്കുമെന്നായിരുന്നു ബാല നൽകിയ മറുപടി. എന്നാൽ പിന്നാലെ ഒട്ടനവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാത്തിനും മറുപടിയുമായി ബാലയും എത്തി. ആദ്യം ചെയ്യേണ്ടത് ഒരു വിവാഹബന്ധത്തിൽ തുടരാനാവാതെ പിരിഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം വ്യക്തി ബഹുമാനം കൊടുത്ത് മാറി നടക്കുക എന്നതാണ്. അമൃതയുടെ അഡ്വക്കേറ്റ് എല്ലാ രേഖകളും അടക്കം നിങ്ങളുടെ നുണകൾ പൊളിച്ചതാണ്. ആ കുട്ടിയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ അമ്മയെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാതിരിക്കണം എന്നൊരു കമന്റിന് ബാല നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അമൃതയോട് അടുപ്പമുള്ളതിനാൽ എന്നെ പിതാവെന്ന നിലയിലുള്ള ജീവിതം നേടാൻ സഹായിക്കണം. ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതല്ലാതെ എന്നെ ഒരു ഫിനാൻഷ്യറായി തരം താഴ്ത്തരുത്. എന്തെന്നാൽ എന്റെ കുട്ടി അത് വെറുത്തേക്കാം. ബഹുമാനപ്പെട്ട മാഡം ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യുമോ? അതുവഴി എനിക്കൊരു പിതാവായി തുടരാൻ സാധിച്ചേക്കും. കാരണം സാധ്യമായ എല്ലാ വഴികളും ഞാൻ പരീക്ഷിച്ചു. എന്നിരുന്നാലും നിങ്ങൾ ഒരു മികച്ച വ്യക്തിയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നതിന് പകരം ഒരു പിതാവ് മകൾ ബന്ധം സംരക്ഷിക്കാൻ ശ്രമിക്കാത്തത് എന്ന് ബാല കുറിച്ചു. നിരവധി ആളുകളാണ് ഇതിന് കമന്റും പങ്കിട്ടെത്തുന്നത്. ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ചേട്ടൻ ഒന്ന് പോയി കണ്ടൂടെ? അമൃത ഒരിക്കലും അത് തടയില്ല. ഇന്ന് വരെ അമൃത ഒന്നിനും വന്ന് കണ്ടിട്ടില്ല. സംസാരിക്കേണ്ടി വന്നപ്പോൾ ഒക്കെ ബഹുമാനത്തോടെ ബാലുചേട്ടൻ എന്ന് വിളിച്ചാണ് സംസാരിച്ചു കണ്ടിരിക്കുന്നത്. പാപ്പു ഹാപ്പിയാണ്, കാരണം അവരെല്ലാം അവളെ അത്ര നന്നായി നോക്കുന്നുണ്ട് എന്നും കമന്റുകൾ നിറയുന്നുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.